ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട്. ഷോപ്പിങ്ങും കുക്കിങ്ങും അതുപോലെ തന്നെ റമദാനിലെ ക്ലീനിങ്ങും എല്ലാം കൂടി ചേർന്നതാണ്. അപ്പം ഞാനിത് കുറച്ചായിട്ട് എടുത്തതാണ് കേട്ടോ. ഫുള്ളായിട്ട് ക്ലീനിങ് ഒന്നുമല്ല, എന്നെക്കൊണ്ട് ആവും പോലെ ക്ലീൻ ചെയ്തതെല്ലാം ഞാൻ കാണിക്കുന്നത്. കുറച്ച് ഡേ ആയി എടുത്ത് വെച്ചിട്ട്, പക്ഷേങ്കിൽ പിന്നെ റമദാൻ്റെ റെസിപ്പീസ് എല്ലാം ഇടേണ്ടതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ട് പിന്നെ ഇത് ഇടാമെന്ന് വിചാരിച്ചതാണ്. കാരണം വെച്ചാൽ മെയിൻ ഐറ്റങ്ങളോട് എനിക്ക് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ആയി വിചാരിച്ചിട്ടുള്ള സാധനം എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചതിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ജനുവരി 31 എടുത്ത വീഡിയോ ആണ് കേട്ടോ. മോൾക്ക് മദ്രസയിൽ ക്ലാസ് പാർട്ടി ഉണ്ടായിട്ട് ഞാൻ കൊടുത്തത് പായസമാണ്, സേമിയ പായസമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള രണ്ടാളെ റെസിപ്പീസും ഞാൻ ഇതിൽ മുന്നേ കാണിച്ചിട്ടുണ്ടേനും. തുർക്കി പത്തിരി അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടോക്കട്ടെ. മസ്റ്റ് ട്രൈ ആണ്, നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. മദ്രസയിൽ മാത്രമല്ല സ്കൂളും ക്ലാസ് പാർട്ടി ആ ടൈമിന് തന്നെയാണ്. അപ്പം ഞാൻ സമൂസ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്സും 2 തരം സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്, അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. എന്തായാലും അത് കണ്ടു നോക്കും. ഞാൻ ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട്, വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. ഈ ഒരു പായസം ഞാൻ തട്ടുള്ള ടിഫിൻ ബോക്സിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ചൂടാലെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇത് ഞാൻ ഇതിൽ മുന്നേ മെഗാസെയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ജീപ്പാസിൻ്റെ, അപ്പോൾ ആ ടൈമിൽ മേടിച്ചതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഉസ്താദിനെല്ലാം ചിലവിന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടിഫിൻ ബോക്സിലാണ് കൊടുക്കൽ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ടൈമിനെല്ലാം എൻ്റെ വീട്ടിൽ ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ നല്ല സുഖമാണ്, ഇത് മറിയൊന്നും ചെയ്യൂല, നല്ല എയർ ടൈറ്റ് പോലെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കാമെന്ന് വെച്ചു. ഇതാകുമ്പം ഇതിനൊരു പിടുത്തം ഉണ്ടാവും, അതുകൊണ്ട് അത് മോൻ്റെ കൈ കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഉസ്താദിനോട് തലേന്നേ ചോദിച്ചിട്ടുണ്ട് പായസം കൊടുത്താൽ മതിയോ. ഓക്കെ എന്ന് പറഞ്ഞു. കാരണം സ്നാക്സ് എല്ലാം ആകുമ്പോൾ എന്തായാലും ലേറ്റ് ആകുമ്പോൾ രാവിലെ കൊടുക്കണ്ടല്ലേ. തലേന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറോ കൊടുക്കാമെന്ന്, പക്ഷെ അത് പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. പിന്നെ മോൾക്ക് മാത്രമല്ല ബാക്കി 2 പേർക്കും ഞാൻ ഇതുപോലത്തെ ഫ്ലാസ്ക് ടൈപ്പ് വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓൽക്കും വേണമെന്ന് പറഞ്ഞു. എന്ത് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും വേണം. അപ്പോൾ അവർ പോയി. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓൽക്ക് കൊടുത്തിട്ടുള്ളത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളതും എഗ്ഗ് ബട്ടർ ഗാർലിക്കും ആണ്. ഇത് നമുക്കുണ്ടല്ലോ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഒരു തട്ടിക്കൂട്ടൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ എല്ലാ റെസിപ്പി ഇട്ടുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെയും കാണിച്ചിട്ട് നിങ്ങൾക്ക് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു ഇനാം കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് 31-ാം തീയതി ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല. സംഭവം എന്താ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഒരു ഇനാം കാർഡ് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്കിങ്ങനെ പോയിന്റ് കയറി ലാസ്റ്റ് ഒരു വലിയ പോയിന്റാണ്. അപ്പോൾ എൻ്റെത് 245 ദിറംസ് ആയിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വാങ്ങിച്ചതല്ല, അത്രക്കാരും സാധനങ്ങൾ മേടിച്ചതല്ല. 2023-2024 കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ മേടിച്ചത് നമ്മൾ ഈ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടൂല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ മേടിക്കുന്നത്. 2025-ലാകുമ്പോൾ പ്രശ്നമില്ല. അപ്പം ആ ഒരു ഇത്രയും പോയിന്റ് നമുക്ക് നഷ്ടമാവും. പോയിന്റ്സ് അല്ല, ആ ഒരു ദിറംസിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. അപ്പം ഞാൻ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയിലാണ് എനിക്ക് കുറേ മാക്സിലാണ് ഞാനിവിടെ കാണുന്നത്. 18 ദിറംസാണ് ഉള്ളത്. നല്ല കളറും നല്ല ക്വാളിറ്റിയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നമ്മൾ പെണ്ണുങ്ങന്മാരല്ലേ, എന്തായാലും ഒന്ന് നോക്കിപ്പോവും. അങ്ങനെ കോട്ടൺ മാക്സികളും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷോളും കാണുന്നുണ്ട്. 3 എണ്ണം 12 ദിറംസിന് നമുക്ക് മേടിക്കാം. അപ്പം അതും ഒന്ന് നമ്മളെ കണ്ണ് തട്ടി. അങ്ങനെ ആ മാക്സിക്ക് മാച്ചായ ഷോളും ഞാൻ എടുത്തു. നോക്കി കുറേ ടൈം പോയി. ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടേ ഇല്ല. പിന്നെ മാത്രമല്ല ഇത് നല്ല രാവിലെയാണ് കേട്ടോ, 9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. കാരണം ഇന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ മക്കൾ മദ്രസയിൽ പോയ ഉടനെ തന്നെ വന്നതാണ്. ഇത് നെസ്റ്റോ ആണ്, നമ്മൾ എന്തും നെസ്റ്റോ എന്നാണ് മേടിക്കൽ. അതുകൊണ്ടാണ് നമുക്ക് പോയിന്റും കിട്ടിയിട്ടുള്ളത്. നെസ്റ്റോ അജ്മാൻ മുഷ്രിഫ് നെസ്റ്റോയിലാണ് വന്നിട്ടുള്ളത്. പോകുന്നതിൻ്റെ ഇടയിൽ കുറേ ടെഡി ബെയർ കണ്ടു. ടെഡി ബെയർ കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും. വാലന്റൈൻ തീമിലെല്ലാം പോലെയാണുള്ളത്. ഫെബ്രുവരി 14 വരുന്നതിന് മുന്നേ എല്ലാം ഇവിടെ അങ്ങനത്തെ എല്ലാം ഒരുക്കിയിരിക്കും. അപ്പം ഞാൻ റേറ്റ് എല്ലാം നോക്കുന്നുണ്ട്. കുറേ നല്ല റേറ്റ് എല്ലാം കാണുന്നുണ്ട്. 35 ദിറംസ് എല്ലാം കാണുന്നുണ്ട്. ഇതിപ്പോൾ മക്കൾസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുക. ഇളയ മോള് പിന്നെ അവൾക്ക് കാർസിനോടെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. കുഞ്ഞു കാറുകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നേരെ പിന്നെ നമ്മുടെ ഏരിയയിലേക്ക് വന്നു. ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് എനിക്കൊരു എയർ ഫെയർ വേണമെന്നുള്ളത്. ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇല്ലാകുമ്പം അധികം നെയ്യൊന്നും ആവശ്യമില്ല, ഒട്ടും ഇല്ല എന്ന് പറയാൻ നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ട് ഞാൻ മാനുവലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ടൈമറും പിന്നെ ബാക്കി മിനിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഞാൻ ഓട്ടോമാറ്റിക് എടുത്തിട്ടില്ല, എല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ 99 ദിറംസിനാണ് എടുത്തിട്ടുള്ളത്. അൺബോക്സിങ് എല്ലാം ഞാൻ പിന്നെ കാണിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ നോക്കുന്നുണ്ട്. കൊതുകും കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ടൈം പോകുന്ന തിരിയുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ
ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ റേറ്റ് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതും നോക്കുന്നുണ്ട്. ഇത് ക്രിപ്റ്റൻ്റ് ആണ്. ഇത് കുറച്ച് നല്ല വീതി വിസ്താരം കാണുന്നുണ്ട്. എൻ്റെ ഇടയിൽ റൈസ് കുക്കർ പിന്നെ കോഫി മെഷീൻ എല്ലാം കാണുന്നുണ്ട്. ഇനി എൻ്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്ററും പിന്നെ ഹാൻഡ് മിക്സറാണ്. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. ജ്യൂസ് അടിക്കുന്ന ടൈമിനെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ നോക്കുന്നുണ്ട്. അപ്പം പിന്നെ അവർ പറഞ്ഞു ഹാൻഡ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുന്നത് അത്ര ബ്ലേഡൊന്നും നല്ലതായിരിക്കില്ല. അപ്പം നമുക്ക് കറണ്ടുമ്മ കുത്തിയിട്ട് തന്നെ ഉപയോഗിക്കുന്നത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജീപ്പാസിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ മേടിച്ചു. ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സെറ്റും കൂടി ഉണ്ട്. അത് നമുക്ക് ജ്യൂസ് അടിക്കുകയും ചെയ്യാം, ഒരു വാട്ടർ ബോട്ടിൽ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം ജ്യൂസ് അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതും നോക്കി അപ്പോൾ സെറ്റാക്കി. ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്ററാണ്. ഞാൻ കുറേ ആയി പറയുന്നത് എനിക്കൊരു നല്ലൊരു ബീറ്റർ വേണം, സൗണ്ടൊന്നും ഇല്ലാത്ത ബീറ്ററില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിന്. അപ്പം നല്ല എണ്ണ നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവർ കുറേ കാണിച്ചു തന്നു. ഇതെല്ലാം എനിക്ക് 245 ദിറംസിന് ഒതുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പോയിന്റിലുകൊണ്ടാണ് നല്ല എണ്ണ നോക്കി മേടിക്കുന്നത്. എല്ലേ പരമാവധി റേറ്റ് കുറഞ്ഞതിലാണ് ഞാൻ നോക്കുക. ഇത് പിന്നെ ഒന്നും നോക്കുന്നില്ല. അപ്പം അങ്ങനെ ജീപ്പാസിൻ്റെ തന്നെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഫുള്ള് കുഴക്കുന്നതെല്ലാം അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച 3 സെറ്റായി. അപ്പം മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട്. ഈ ഓൺലൈനെല്ലാം കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഈ മുട്ട ചൂടാക്കുന്ന വേവിക്കുന്ന സാധനമില്ലേ, അത് കുറേ മോഡൽ ഇവിടെ കാണുന്നുണ്ട്. ഇനിയും മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി മേടിച്ചേനെ. പക്ഷേ മേടിക്കാൻ പറ്റൂല, ഫുള്ളായിട്ടുണ്ട്. ഒരു 10-20 ദിറംസ് അങ്ങോട്ട് കൊടുക്കണം. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ആവാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ മെല്ലെ ഇങ്ങ് പോന്നു. ഇനിയും നമുക്ക് സാധനമെല്ലാം മേടിക്കുമ്പോൾ പോയിൻ്റെല്ലാം കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. പോകുന്ന വഴിക്ക് ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ 20 ദിറംസിന് കണ്ടപ്പം അതും നോക്കി. ഇനി ഞാൻ വാങ്ങിച്ച സാധനം എല്ലാം ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ മേടിച്ച 3 മാക്സിൽ നിന്ന് 1 എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ മക്കൾസിൻ്റെ ബാഗും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ റേറ്റില്ല കാണുന്നത്, 20 ദിറംസ് 35 ദിറംസ് എന്നെല്ലാം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. മക്കൾസിന് സ്കൂള് പൂട്ടിയിട്ടൊന്നും ഇല്ല ഇവിടെ. അപ്പം മാർച്ചിൽ ലാസ്റ്റ് പൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ സ്കൂൾ തുറക്കും. 10 ദിവസം കൊണ്ട് തന്നെ സ്കൂൾ തുറക്കുകയെല്ലാം ചെയ്യും. പിന്നെ നാട്ടിലെല്ലാകുമ്പം വെക്കേഷൻ ടൈം ജൂണിലല്ലേ തുറക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സ്കൂളിൻ്റെ കാര്യങ്ങളും ബാഗും വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി എല്ലാം വരും. അത് കുറേ ഉണ്ടാവും കേട്ടോ. അന്ന് നല്ല തിരക്കായിരിക്കും ഇവിടെ. പിന്നെ നേരെ വീട്ടിലെത്തി ഫുഡെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മക്കൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ മോള് രാവിലെ ഉണ്ടാക്കി വെച്ചതാണിത്. അവൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ പാലും ചോക്ലേറ്റും എല്ലാം മിക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ചില ടൈമിന് മധുരം ഉണ്ടാവില്ല, ചില ടൈമിന് പാല് കുറവായിരിക്കും. പക്ഷേ നന്നായിട്ട് ഫുള്ളായിട്ട് തീർക്കും കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഷേപ്സിലെല്ലാം കിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചമ്മന്തിയുണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്. ഇതിൻ്റെ എല്ലാം മുന്നേ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കാത്തതാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഈസി ആയിട്ട് ഉണ്ടാക്കേണ്ട ചിക്കൻ കറിയെല്ലാം ഞാൻ ഇതിൽ മുന്നേ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടോ കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വിശപ്പെല്ലാം മാറി നേരെ ക്ലീനിങ് സെക്ഷനിലേക്കാണ്. കുറച്ചായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡെയിലി ഒരുമിച്ചിട്ടൊന്നും ചെയ്യണമെന്നും ആവില്ല. അപ്പം ഹെൽപ്പിനും മക്കൾസും ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ ടൈമിന് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. കാരണം അവരെ റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും കളയാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും വേണ്ടതുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഇവരെ അളമാറയും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലുള്ള ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മടക്കി വെച്ചിട്ട് ഓരോ ഷെൽഫിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കാണും. 2 ദിവസം കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒരു വലിക്കും. എല്ലാം കൂടി ഒരു വാരി വലിച്ചിട്ടതിൻ്റെ തൊട്ടുണ്ടാവും. ഇതിൽ അമ്മൻ്റെത് അപ്പുറത്തെ റൂമിലാണ്. അപ്പം അത് ഓൻ തന്നെ കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സെല്ലാം മടക്കി വെച്ചപ്പം കുറച്ചേ കാണുന്നുള്ളൂ. പിന്നെ അലക്കിയിട്ടതും നമ്മളിവിടെ 1 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ ഇപ്പം വന്നിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ നേരെ ഈ ഒരു ഏരിയ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കണ്ട സാധനങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ആകെ വരക്കിയായിട്ടുള്ളത്. അടുക്കി വെക്കുന്ന ഈ ഒരു മുസല്ല ഉമ്മ മക്കത്ത് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു കീസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. ഹാൻഡ് ബാഗ് പോലെയെല്ലാം ഉപയോഗിക്കാം. നമുക്ക് പോകുമ്പോൾ എല്ലാം എടുക്കുകയും ചെയ്യാം. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിലിടും. അപ്പം നമുക്ക് ഇത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. ഇതേപോലെ തന്നെ കീസുള്ള നിസ്കാരക്കുപ്പായുണ്ട്. അതും എനിക്ക് നല്ല ഉപകാരമാണ്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകുന്ന ടൈമിന് അത് ഹാൻഡ് ബാഗിലെല്ലാം ഇട്ട് വെക്കുകയും ചെയ്യാം. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉപ്പാക്ക് ഉമ്മാക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മുസല്ല കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം
ആ ഒരു നിസ്കാരം അക്കരെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാകും കുറേ സാധനങ്ങളുണ്ട്. ഇന്ന് രാവിലെ മോൾക്ക് കൊടുത്ത ഈ ഒരു ടിഫിന് അതും ഞാൻ കഴുകി ഉണക്കിയിട്ട് ഇവിടെയാണ് വെക്കുന്നത്. കണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും. നിലത്തുനിന്നെല്ലാം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ അമ്മമാരും കാണുകയില്ല. ഇത് കിഡ്സ് റൂമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പുറത്തെ റൂമിലും ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്താൽ തന്നെ മൊത്തത്തിലൊന്ന് വൃത്തിയായി കിട്ടും. ഇത് ഞാൻ ആദ്യം മക്കൾ സ്കൂൾ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് ആണ്. ഇതിൻ്റെ വാഷർ ഫുൾ വൃത്തികേടായിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് തുടക്കുകയെല്ലാം ചെയ്തിട്ട് ട്രോളി ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ നിലത്താണുള്ളത്. അപ്പം സ്ഥലം വല്ലാണ്ട് മുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മേലെ കാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രിൻറ്റിങ് മെഷീൻ ഇടയ്ക്കിടയ്ക്ക് വരെ സ്കൂൾ ആവശ്യത്തിന് എടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പൊടിയില്ല. എന്നാലും മൊത്തത്തിലൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മോളും സാധനങ്ങളുണ്ടാവും. എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ മോളും കൊണ്ടാക്കും. ഒരു ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മോളും എന്തെങ്കിലും വെക്കാനുണ്ടാവും. നാട്ടിലാകുമ്പോൾ സ്റ്റോർ റൂം ഉണ്ട്. അപ്പം ഇക്കണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ റൂമിലാണ് വെക്കുക. ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെക്കാൻ നാട്ടിൽ ഇഷ്ടം പോലെ കബേർഡ് ഉള്ളതുകൊണ്ട് പിന്നെ അത് പേടിക്കാനില്ല. വർക്ക് ഏരിയയിലും സ്റ്റോർ റൂം ഉണ്ട്. പിന്നെ മുകളിലും ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങളും അവിടെ വെക്കും. നേരത്തെ കാണിച്ച അളമാറേൻ്റെ വലത്തെ സൈഡാണ്. അപ്പം ഈ ഒരു ഏരിയയിലാണ് കുറച്ച് പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. ഇത്രയും ഡ്രസ്സേ അതിലുള്ളൂ. പിന്നെ ഞാൻ അളമാറേൻ്റെ മുകളിലും കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെക്കുന്നത് എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങൾ, വെയിറ്റിംഗ് മെഷീൻ, സ്കെച്ച്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ കിച്ചണ് മുന്നേ കാണിച്ച വീഡിയോയിൽ നിറച്ചും സാധനങ്ങളുണ്ടായിരുന്നു. അതിപ്പം ഒരുക്കി വെച്ചതാണ്. ഞാൻ സ്പൂണും കാര്യങ്ങളെല്ലാം ഇതിലാണ് ഇട്ട് വെക്കൽ. പിന്നെ ഡെയിലി ഉപയോഗിക്കുന്നത് ആ ഒരു ഷെൽഫിൽ വെക്കും. അത് മേക്ക് ഓവർ ചെയ്യുന്നത് ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടേനും റമദാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇതാണത്. ഈ ഒരു ഷെൽഫിൻ്റെ അടി നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ അടിയിൽ കല്യാണപ്പുരയെല്ലാം കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ട്. അത് പിരിച്ചു കൊടുത്തതാണ്. ഇവിടെ പറ്റി നിൽക്കും, അതിങ്ങ് പോരൂല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സാധനങ്ങളെല്ലാം ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫ് കൊണ്ടുവന്നതാണ്. ഇടിയൂന്നിണ്ട്. ഇത് നമ്മളെ നാട്ടിലത്തെ മെയിനാണ്. ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കെല്ലാം. അപ്പം ഞാനത് അതിൻ്റെ ഇടയിൽ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നെയ്സാണ് കേട്ടോ. ചിലത് വലുതായിട്ട് കിട്ടും, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്സാകുമ്പം വേഗം കഴിക്കാൻ പറ്റും. പണ്ട് കല്യാണ വീട്ടിൽ നമ്മൾ മംഗലപ്പുര എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ തലേന്ന് ഇടിയൂന്നിയും പഴവും അല്ലെങ്കിൽ പുളിയാരൽ അങ്ങനെയെല്ലാം ഉണ്ടാവുക. ഈ ഇടിയൂന്നി 2-3 ദിവസം മുന്നേ അരിപ്പൊടി ഉണക്കിയിട്ട് ആക്കിയെടുക്കുന്നതാണ്. നമുക്കറിഞ്ഞൂടെ കേട്ടോ. നമ്മളിപ്പം വീട്ടിൽ നിന്നെല്ലാം വാങ്ങലുണ്ട്. ചിലർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു പഴമ നിലനിർത്തുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് പഴവും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിക്കൽ. അപ്പോൾ ഇത് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കണ്ണൂർ മലബാർ ഭാഗത്തുള്ളവർ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴും എന്തായാലും നമ്മൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നല്ല കട്ടനും കൂടി ഉണ്ട്. സെറ്റായി. ഇത് ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ. നല്ല കറുമുറുന്ന് ഉണ്ടാവും. ഇത് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇത് പൊടിച്ചിട്ട് പഞ്ചസാരയും പഴവും കൂട്ടിയിട്ടാണ് കഴിക്കുക. നന്നായി അവിലെല്ലാം കുഴക്കും പോലെയാണ് കുഴച്ചിട്ട് കഴിക്കുക. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്, കല്ലുമ്മക്കായി, പുളിയാരെല്ലാം ഉണ്ടേനു കേട്ടോ. പക്ഷെ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല, മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. ഇപ്പം കാണിക്കുന്ന വീഡിയോ എന്തായാലും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും. എനിക്കിത് പുതിയൊരു അറിവാണ്. ഹസ്ബൻഡ് പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ ഒരു ബൗളിൽ വാഷിംഗ് ലിക്വിഡ്, ഏതെങ്കിലും ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പ്രില്ലാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് പതക്കുന്ന ചൂടുവെള്ളവും എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടുത്തെ ഔട്ട് ഫാൻ ഉണ്ട്, അത് വൃത്തിയാക്കുന്നതാണ്. നന്നായിട്ട് കച്ചറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുള്ള ഓയിലെല്ലാം ഉള്ളത് നമ്മൾ മെഴുക്കെന്നാണ് പറയുക. അതെന്തായാലും നമ്മൾ നോർമലായിട്ട് ക്ലീൻ ആകുമ്പം അത് വൃത്തിയായി കിട്ടില്ല. നമ്മളെ കൈമലെല്ലാം ആവും. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളവും ലിക്വിഡും മിക്സാക്കി കഴിഞ്ഞാൽ വേഗം പോരും. കുറച്ച് ദിവസം മുന്നേ തേൻ്റെ ബോട്ടിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഐഡിയ മനസ്സിലായത്. തേനാണെങ്കിൽ നല്ല കട്ടിയിൽ ഒറിജിനൽ തേനാണ്. അപ്പം നമ്മൾ ടിഷ്യൂ കൊണ്ടെല്ലാം നോക്കുമ്പോൾ ടൈമിന് വരുന്നേ ഇല്ല. ഇതുപോലെ ചെയ്തോടുത്ത് എൻ്റെയൊക്കെ വേഗം ഇങ്ങ് പോന്നു. നമുക്ക് ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. അതിന് മുന്നേ എൻ്റെ കൈമലെല്ലാം പറ്റിയിട്ടേനുള്ളത്. ഇതും അതങ്ങനെ തന്നെയും ആദ്യ ടൈമിന് കൈമലെല്ലാം പറ്റി അങ്ങനെയുള്ളത്. പിന്നെ അത് നന്നായിട്ട് ഇങ്ങ് പോന്നിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലീഫ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബാക്കി പാർട്ടും കൂടിയും ക്ലീൻ ആക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഇതിൽ മുന്നേ നാട്ടിലെല്ലാം അടുപ്പിൻ്റെ മേലെയുള്ള ചിമ്മിണി അത് ക്ലീനാക്കുന്നത് ഇങ്ങനെ തന്നെ പച്ചവെള്ളത്തിലേനും നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും ആടെ ഇവിടെ എല്ലാം അതിൻ്റെ മേക്ക് പറ്റിയിട്ടുണ്ടാവും. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയ ടൈമിനെല്ലാം ഇതുപോലെ പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇനി പഴയ പോലെ തന്നെ ഇത് വെക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മോട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം കടക്കാണ്ട് ശ്രദ്ധിക്കണം. ആ ഒരു നടുവിലത്തെ ആ ഒരു പാർട്ടിൽ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പം അതെന്തോ നേടിയ പോലെയാണ്. അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് നൽകുക. നമ്മളെ നാട്ടിൽ മലബാർ, കണ്ണൂർ ഏരിയ എല്ലാം നനച്ചുളി എന്നൊന്നും പറയൂല. റമദാൻ എങ്ങനെ ക്ലീൻ ആക്കുക അങ്ങനെ തന്നെ പറയല്. പിന്നെ എല്ലായിടത്തും പോലെ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുക കേട്ടോ. ബറാത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മളിത് തുടങ്ങുക. അത് ഭയങ്കര രസമായിരിക്കും. മക്കളും
മക്കളും എല്ലാവരും കൂടും കേട്ടോ. ഇതിപ്പോൾ അനിയന് ബർഗർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊരിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഇത് വാടിക്കലില്ല, നോർമലായിട്ട് തന്നെ ചിക്കനെ കൊണ്ടെല്ലാം ഉണ്ടാക്കല. അപ്പോൾ പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബർഗർ ബന്നും ഒന്നെ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഞാൻ വെജീസ് ഒന്നും ഇടുന്നില്ല, തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. തക്കാളി പിന്നെ എല്ലാവർക്കും പറ്റൂല, അതുകൊണ്ട് തന്നെ വേണ്ടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചെഡാർ ചീസും ടൊമാറ്റോ സോസും വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ മുക്കാലോളം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കിച്ചണിലെ കബേർഡും ഫ്രിഡ്ജും ബാക്കിയുണ്ട്. അത് നാളെ ചെയ്യാമെന്ന് വെച്ചു. AC സർവീസ് ചെയ്യലും ആൾ നാളെ വരും. അപ്പോൾ അന്നേരം ആ ടൈമിന് ആ നെറ്റും കാര്യങ്ങളും ക്ലീൻ ആക്കി എടുക്കാം. നന്നായിട്ട് പൊടി ഉണ്ടാകും അതിൻ്റെ എല്ലാം ഉള്ളിൽ. ഞാൻ എല്ലാം ഒരുമിച്ചിട്ടല്ല കേട്ടോ ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ടാണ്. അതിൻ്റെ ഇടയിൽ മക്കളെ സ്കൂൾ പോക്കും ഭക്ഷണം കൊടുക്കലും എല്ലാം ആയിട്ട് നടക്കൂല. നാട്ടിലുള്ള ക്ലീനിങ്ങിൽ ഏറ്റവും ടഫ് എന്ന് വെച്ചാൽ ഈ മണ്ണാമില തുടക്കലാണ്, അതായത് മാറാല തുടക്കൽ. അത് ഇഷ്ടം പോലെ ഉണ്ടാകും. ലൈറ്റിൻ്റെ ഇടയിലുണ്ടാകും, ചുമരിൻ്റെ ഇടയിലുണ്ടാകും, മേല തായൊന്നും പറയേണ്ടയില്ല. അത് വിടയില്ല. അത് ഏറ്റവും വലിയ സമാധാനമാണ് കേട്ടോ. പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാകും ഈ ക്ലീനിങ് എല്ലാം അന്നേരം ചെയ്ത് വെച്ചാൽ പോലെ, ഇതെല്ലാം എന്തിനാ ഒരുമിച്ച് ചെയ്തത്. പക്ഷെങ്കിലുണ്ടല്ലോ എത്ര അടുക്കി വെച്ചാലും നോമ്പിങ് അടുത്ത് വരെ നാമം ഒരുക്കപ്പാട് കൂടുതലായിരിക്കും. എല്ലാം ഒന്ന് എടുത്ത് വെക്കുകയും അടുക്കി വെക്കുകയും എല്ലാം ചെയ്യട്ടോ. പണ്ട് മുതലേ കട്ടിലയും അളമാറയും എല്ലാം ക്ലീൻ ആക്കി എടുക്കും. അത് ഭയങ്കര രസം തന്നെയാണ്. എല്ലാ വീട്ടിലും ഉണ്ടാകും. ഈ കസേരയെല്ലാം പുറത്തിട്ട് തേച്ച് ക്ലീൻ ആക്കി കൊണ്ടാക്കും. പിന്നെ ഫ്രിഡ്ജിൽ സാധനം വെച്ച് സൂക്ഷിക്കൽ ഇപ്പം തുടങ്ങിയതാണ്. പണ്ട് അങ്ങനെ ഒന്നുമില്ല, അന്നേരം ഉണ്ടാക്കലാണ്. പക്ഷെ ഇപ്പം അതിന് നമുക്ക് ടൈമില്ല. പണ്ട് കൂട്ടുകുടുംബെല്ലാം ആകുമ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പിന്നെ മാത്രമല്ല മൊബൈലും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം അത് മാത്രമല്ല, സമയവും ഇല്ല. പിന്നെ ഒറ്റക്കന്നെ ഉണ്ടാക്കുകയും ചെയ്യുമ്പം ഇങ്ങനത്തെ ഈസി പണികളാണ് അധികം ആൾക്കാരും ചെയ്തെടുക്കുക. പിന്നെ നോമ്പെടുക്കാന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ തന്നെ ആയിപ്പോവും. ഇബാദത്ത് എടുക്കാനും നിസ്കരിക്കാനും ഒന്നിനും ടൈം ഉണ്ടാവില്ല. ഇതാകുമ്പം നല്ലോണം ടൈമെല്ലാം കിട്ടുമല്ലോ. ഞാൻ നോമ്പിന് അധികം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതും പിന്നെ ഇതുപോലെ സമൂസ ഷീറ്റിലെല്ലാം ആക്കിയിട്ടെല്ലാം എടുക്കല. അതിപ്പം ഒരു 2 വർഷം 3 വർഷം ആയിട്ടേ ഉള്ളൂ. അതിൽ മുന്നേലും അന്നേരം ഉണ്ടാക്കലാണ്. അപ്പം തന്നെ നമ്മൾ നോമ്പെല്ലാം തുറന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കൽ. റമദാനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ. അപ്പോൾ അതെല്ലാം റമദാൻ റെസിപ്പീസും മറ്റു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോക്കെ, മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാം നോമ്പിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതായിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ പറയട്ടാ. പിന്നെ ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.